എല്ലാവർക്കും വരാഹിയമ്മൻ പോസിറ്റീവ് വൈബ്സിലേക്ക് സ്വാഗതം. സർവ്വദുരിതങ്ങളിൽ നിന്നും മോചനം നൽകി നമ്മളെ സർവകാര്യ വിജയത്തിലേക്ക് നയിക്കുന്ന വരാഹി ദേവിയുടെ അതിസൂക്ഷ്മമായ ഒരു മന്ത്രജപത്തെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. ഏകാഗ്രമായി ദേവിയിൽ വിശ്വാസമർപ്പിച്ച് ഈ ഒരു മന്ത്രം തുടർച്ചയായി 11 ദിവസം 9 പ്രാവശ്യം ദിവസവും രാവിലെ ഉറങ്ങി എഴുന്നേറ്റയുടൻ തന്നെയാണ് ജപിക്കേണ്ടത്. ജപിച്ചു തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ദേവിയുടെ ശക്തിയും ദേവിയുടെ വൈഭവവും എത്രത്തോളമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നതെന്ന്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. വരാഹി ദേവിയിൽ പരിപൂർണമായി വിശ്വാസമർപ്പിച്ച് ദേവിയുടെ അനുഗ്രഹം നേടിയെടുത്താൽ പിന്നീട് ഈ ഭൂമിയിൽ നമുക്ക് അപ്രാപ്യമായിട്ട് ഒന്നും തന്നെ ഉണ്ടാവില്ല. മനസ്സിനും ബുദ്ധിക്കുമൊക്കെ ഉയരത്തിൽ നിൽക്കുന്ന ദേവിയെ കൃത്യമായി സമയനിഷ്ഠയോടെ പ്രാർത്ഥിച്ചാൽ ദേവിയുടെ അനുഗ്രഹത്താൽ ദേവിയിലേക്കുള്ള നമ്മുടെ യാത്ര സുഗമമാവും. വരാഹി ദേവിയെ മാതൃസ്വരൂപത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഭക്തിക്കും ബഹുമാനത്തിനുമപ്പുറം ഒരു മാതൃസ്നേഹം ഉടലെടുക്കുന്നു. വരാഹി ദേവിയിൽ ശരണം പ്രാപിച്ചാൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഏത് കാര്യവും ദേവി ഉടൻ തന്നെ നടത്തിത്തന്ന് നമ്മുടെ ആഗ്രഹ പൂർത്തീകരണം സാധ്യമാക്കി തരും. വരാഹി ദേവിയെ നിരന്തരം പ്രാർത്ഥിക്കുന്നത് വഴി നമ്മുടെ ഈ ജന്മം തന്നെ മോക്ഷതുല്യമാവുകയും ചെയ്യും. ദേവിയിൽ പരിപൂർണമായി വിശ്വാസമർപ്പിച്ചാൽ പൂർവജന്മാർജിത കർമ്മഫലങ്ങളെല്ലാം നമുക്ക് നന്മയായി ഭവിക്കുകയും ചെയ്യും. ദുഷ്ടരെ നിഗ്രഹിക്കുന്നതിനും ഭക്തരെ പരിപാലിക്കുകയും ചെയ്യുന്ന വരാഹി ദേവി വിശ്വദീപമായും വിശ്വജ്ഞാനമായും സമസ്ത ലോകങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നു. നമ്മളിലെ കഷ്ടകാലത്തെയും തിന്മയെയും ശത്രുതയെയും നിയന്ത്രിക്കാനും വീണ്ടും ശരിയായി നമ്മളെ ജീവിതത്തിലേക്ക് മുന്നോട്ട് നയിക്കുവാനും ദേവി നമ്മളെ പ്രാപ്തരാക്കിക്കൊണ്ടേയിരിക്കും. രോഗങ്ങൾ, ദുരിതം, സാമ്പത്തികമായ വിഷമങ്ങൾ, കഷ്ടപ്പാടുകൾ തുടങ്ങി എല്ലാ ബുദ്ധിമുട്ടുകളും ദേവി ശമിപ്പിക്കും. എല്ലാ ദുരിതങ്ങളും അകറ്റുന്ന വരാഹി ദേവി അക്ഷരാർത്ഥത്തിൽ ഓരോ ഭക്തരിലും രക്ഷാകവചമാണ്. നമ്മൾ അനുഭവിക്കുന്ന ഏതൊരു വിഷമത്തെയും നീക്കി സന്തോഷവും സമ്പൽ സമൃദ്ധിയും ദേവി നിറയ്ക്കുന്നു. മനസ്സറിഞ്ഞുപാസിച്ച് ഹൃദയശുദ്ധിയോടെയുള്ള പ്രാർത്ഥന, ആഴത്തിലുള്ള പ്രാർത്ഥന ദേവിക്ക് മുൻപിൽ സമർപ്പിച്ചാൽ ആവോളം അനുഗ്രഹം ചൊരിയുന്നു വരാഹിയമ്മ. നമ്മൾ ഭഗവതിയിൽ അർപ്പിക്കുന്ന ശുദ്ധമായ ഭക്തിയാണ് ഏറ്റവും വലിയ സമർപ്പണം. പലപ്പോഴും അതീവ തീക്ഷ്ണമായ പരീക്ഷണഘട്ടത്തിലൂടെയെല്ലാം നാം എല്ലാം കടന്നു പോകുന്നു. എല്ലാം അവസാനിച്ചു, ഒന്നും ശരിയാവില്ല എന്ന് കരുതുന്നിടത്തു നിന്നും വരാഹി ദേവി ശാശ്വതമായ പരിഹാരം ഓരോ പ്രശ്നങ്ങൾക്കും കാണിച്ചു തരും. വാക്കുകൾക്ക് അതീതമാണ് ഭഗവതിയുടെ കൃപ. ഭഗവതി പല രൂപത്തിലും ഭാവത്തിലും വന്ന് നമ്മൾ അനുഭവിക്കുന്ന മനക്ലേശങ്ങൾ തീർത്തു തരും. വരാഹിയമ്മയെ ആശ്രയിച്ച് മുടങ്ങാതെയുള്ള ദേവിയുടെ പ്രാർത്ഥനയിലൂടെ നിഷ്പ്രയാസം ഏത് കാര്യവും സാധ്യമാവുന്നു. ലോകത്തിലെ എല്ലാ ചരാചരങ്ങളെയും ദേവി സംരക്ഷിക്കുന്നു. ദേവി സകല ജഗത്തിൻ്റെ കാരണവും സൃഷ്ടിയുമാണ്. ഈ അഖിലാണ്ടമാകെ വരാഹി ദേവിയുടെ നിറചൈതന്യം പ്രകാശിച്ചുകൊണ്ടേയിരിക്കും. വരാഹി ദേവിയുടെ ഈ ഒരു മന്ത്രാക്ഷരി തുടർച്ചയായി 11 ദിവസവും രാവിലെ ഉറങ്ങി എഴുന്നേറ്റയുടൻ ജപിച്ച് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് കാര്യവും സാധ്യമാവും എന്നത്. സൗന്ദര്യം, ധനം, സമൃദ്ധി, ബുദ്ധി, നിർഭയത്വം, സ്വാതന്ത്ര്യം, വിദ്യ, ആരോഗ്യം, സമാധാനം, കാന്തികത, വിജയം തുടങ്ങി സർവ നന്മകളും നൽകി ദേവി നമ്മളെ സർവകാര്യ വിജയത്തിലേക്ക് നയിക്കും. അപേക്ഷിക്കുന്നവരെ ഉപേക്ഷിക്കാത്ത കൈവല്യ രൂപിണിയാണ് വരാഹി ദേവി. ദേവി എന്ന അറിവും അനുഭവവും ഓരോരുത്തരിലും വ്യത്യാസപ്പെടുന്നു. ചിലർക്ക് വളരെ പെട്ടെന്ന് തന്നെ ദേവിയുടെ അനുഗ്രഹം കൈവരുന്നു. ദേവിയെ അനുഭവിച്ചറിയുവാനുള്ള തിരിച്ചറിവ് ലഭിച്ചാൽ നമ്മുടെ ഈ ജന്മം തന്നെ സഫലമാകും. വരാഹി ദേവി എന്ന പരമ്പൊരുളിലേക്ക് ദേവി നമ്മളെ
ഓരോ പാദാനുപാദവും എത്തിച്ചുകൊണ്ടേയിരിക്കും. വാക്സ്വരൂപിണിയാണ് വരാഹിയമ്മ. അമ്മയുടെ അനുഗ്രഹമില്ലാതെ ആർക്കും തന്നെ അമ്മയുടെ നാമവും മന്ത്രവും ജപിക്കുവാൻ ദേവി അനുവദിക്കുകയില്ല. അപ്പോൾ നമ്മളെല്ലാവരും ദേവിയുടെ അനുഗ്രഹം സിദ്ധിച്ചവരാണ്. അതുകൊണ്ട് മാത്രമാണ് നമുക്ക് ദേവിയെക്കുറിച്ച് അറിയുവാനും ദേവിയുടെ നാമങ്ങൾ ഉരുവിടുവാനുമുള്ള ഭാഗ്യം സിദ്ധിച്ചതെന്നുള്ള പൂർണ്ണമായ ഒരു ബോധവും അറിവും നമ്മളിൽ ഉണ്ടാവുക. എല്ലാവരും ദേവിയുടെ കൃപയാലും അഭയം പ്രാപിച്ചാൽ ദേവി നമ്മളെ എല്ലാവിധ ആഗ്രഹ പൂർത്തീകരണത്തിലേക്കും എത്തിക്കും. ദേവിയുടെ അനുഗ്രഹം അത്രത്തോളമാണ്. ഉറങ്ങി എഴുന്നേറ്റയുടൻ ശക്തിസ്വരൂപിണിയായ വരാഹി ദേവിയുടെ ഇരിക്കുന്ന രൂപം മനസ്സിൽ ധ്യാനിച്ച് ലക്ഷ്മി ദേവി കുടികൊള്ളുന്ന നമ്മുടെ ഉള്ളം കൈ നോക്കി വേണം ഈ ഒരു മന്ത്രാക്ഷരി 9 പ്രാവശ്യം ഉരുവിടേണ്ടത്. തീരാത്ത പ്രശ്നങ്ങളെല്ലാം നമ്മളിൽ നിന്നും അകന്നുപോകും. ശത്രുദോഷം, കുടുംബദോഷം, സാമ്പത്തിക പ്രതിസന്ധി എന്നിവ മാറി എല്ലാ ദുഃഖത്തിൽ നിന്നും ദോഷത്തിൽ നിന്നും അമ്മ നമ്മളെ ഒരു രക്ഷാ കവചം പോലെ സംരക്ഷിക്കും. കാറ്റിൻ്റെ വേഗതയേക്കാൾ നമ്മുടെ പ്രശ്നങ്ങൾ നമ്മളിൽ നിന്നും അകന്നുപോകും. നമ്മൾ നിത്യവും പ്രാർത്ഥിക്കുന്ന ഇഷ്ടദേവതയ്ക്കൊപ്പം ഉപദേവതയായി കണ്ട് വരാഹി ദേവിയെ നമ്മുടെ പ്രശ്നങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുക. അമ്മ നമ്മുടെ പ്രാർത്ഥന സ്വീകരിച്ച് നിഷ്പ്രയാസം നമ്മളെ സർവകാര്യ വിജയത്തിലേക്ക് നയിക്കും. വരാഹി ദേവിയുടെ അതീവ ശക്തിയാർന്ന മന്ത്രം ഇതാണ്: ഓം ഐം ഗ്ലൗം വരാഹിയേ നമോ നമ. ഈ ഒരു മന്ത്രാക്ഷരി ജപിച്ചു തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ദേവിയുടെ ശക്തിയും വൈഭവവും നമ്മളിൽ പ്രവർത്തിച്ച് നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം നമ്മുടെ കയ്യിലേക്ക് വരും എന്നുള്ളത്. തീർച്ചയായും എല്ലാവരും അമ്മയുടെ അനുഗ്രഹവും കടാക്ഷത്തിനുമായി ദേവിയെ നിത്യവും പ്രാർത്ഥിക്കുക. സർവചരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ദിവ്യ ചൈതന്യമാണ് വരാഹി ദേവി. ദേവിയുടെ അനന്തമായ നിറപ്രഭാവലയത്തെ ദർശിക്കാൻ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാൻ ദേവി ഉപാസന മാത്രം മതി. ദേവിയെ അകമഴിഞ്ഞ് സദാ സ്നേഹത്തോടെ ഭജിച്ചാൽ ദേവീ ചൈതന്യം ഏതു വസ്തുവിലും തൂണിലും തുരുമ്പിലും വരെ നമുക്ക് കാണുവാൻ സാധിക്കും. വരാഹി ദേവിയുടെ മന്ത്രങ്ങളും ശ്ലോകങ്ങളും നിരന്തരം ജപിക്കുന്നതിലൂടെ പൂർണ്ണമായും നമ്മുടെ മനസ്സും ശരീരവും ശുദ്ധമായി സന്തോഷവും രോഗമുക്തിയും നമ്മളെ ധന അഭിവൃദ്ധിയിലേക്കും നയിക്കും. അത്രയേറെ ശക്തിയാണ് ദേവിയുടെ ഓരോ നാമങ്ങൾക്കും മന്ത്രങ്ങൾക്കും. അപ്പോൾ ഈ മന്ത്രങ്ങളും നാമങ്ങളുമെല്ലാം വളരെയധികം ദേവിയിലേക്ക് നമ്മളെ അടുത്ത് നിർത്തുന്നു. അതീവ ശ്രേഷ്ഠമായ ഈ മന്ത്രങ്ങൾ ഓരോന്നും നമുക്ക് ധൈര്യവും ആത്മവിശ്വാസവും നൽകുന്നു. ഈ മന്ത്രത്തിൻ്റെ പൂർണ്ണമായ പ്രാധാന്യം മനസ്സിലാക്കി സദാ ജപിച്ചു തുടങ്ങുക. ജീവിതത്തിൻ്റെ ഉന്നതിയിൽ നമ്മളെ ദേവി എത്തിക്കും എന്ന പൂർണ്ണ വിശ്വാസത്തോടെ ദേവിയിൽ അടിയുറച്ച് നിത്യവും പ്രാർത്ഥിക്കുക. ജീവിതത്തിലെ എല്ലാ പരീക്ഷണങ്ങളിൽ തോൽക്കാതെ മുന്നേറുക. നമ്മൾ വിശ്വാസത്തോടു കൂടി ദേവിയുടെ മുൻപിൽ നമ്മുടെ പ്രാർത്ഥന സമർപ്പിച്ചാൽ ദേവി നമ്മളെ ഏത് ആപൽഘട്ടത്തിലും മുറുകെ പിടിച്ച് കരകയറ്റും. ദേവി നമ്മുടെ പ്രാർത്ഥനയ്ക്കൊക്കെയും ഫലം നൽകും. ഒരിക്കലും ഹൃദയശുദ്ധിയോടെയുള്ള പ്രാർത്ഥന ദേവി കണ്ടില്ലെന്ന് വെക്കില്ല. ദേവി നമ്മുടെ പ്രാർത്ഥനയ്ക്കൊക്കെയും ഫലം നൽകി നമ്മളെ അനുഗ്രഹിക്കും. ദേവിയെ പ്രാർത്ഥിക്കുന്നവരിൽ ആദ്യം വേണ്ടത് വിശ്വാസവും ബഹുമാനവും കലർപ്പില്ലാത്ത സ്നേഹവുമാണ്. നമുക്ക് അപ്രാപ്യമെന്ന് തോന്നുന്ന പല കാര്യങ്ങളും ദേവി സാധ്യമാക്കി തരും. വരാഹിയമ്മ എന്ന അത്ഭുതവും അറിവും വിശ്വദീപമായി നമ്മളിൽ ജ്വലിച്ചുകൊണ്ടേയിരിക്കും. ദേവി എല്ലാവിധ തടസ്സങ്ങളും നീക്കി നമ്മൾ ആഗ്രഹിച്ച കാര്യം സാധ്യമാക്കി തരും. ദേവിയോടുള്ള ശുദ്ധമായ ഭക്തിയുണ്ടെങ്കിൽ, നമ്മുടെ പ്രാർത്ഥന ആരുടെയും നഷ്ടത്തെക്കുറിച്ചല്ലെങ്കിൽ, വരാഹി ദേവി നമ്മുടെ പ്രാർത്ഥനകൾക്കൊക്കെ ഫലം നൽകും. ദേവി ധീരതയുടെയും വിജയത്തിൻ്റെയും പ്രതീകമാണ്. ഈ കലിയുഗത്തിൽ നാം അറിയേണ്ടതും പ്രാർത്ഥിക്കേണ്ടതുമായ ദിവ്യ സ്വരൂപമാണ് വരാഹി ദേവി. ഏതാപൽഘട്ടത്തിലും വരാഹി ദേവി നമുക്കരികിലുണ്ട് എന്ന പൂർണ്ണ വിശ്വാസത്തോടെ ജീവിക്കുക. എല്ലാ ദുരവസ്ഥയിലും ദേവി
നമ്മളെ കൈപിടിച്ചുയർത്താൻ എത്തും എന്നുള്ള പരിപൂർണമായ വിശ്വാസത്തോടെ ദേവിക്ക് മുൻപിൽ ഓരോ പ്രാർത്ഥനയും സമർപ്പിക്കുക. ദേവിയുടെ അനുഗ്രഹം എല്ലാവരിലും എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.